UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ട് കേരളത്തിൽ മുഴുവനും അടിയും ഇടിയും നടക്കുന്നു എന്നുള്ളതാണ്, ലഹളയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ, സമുദായങ്ങളിൽ ഒക്കെ വളരെയധികം ഒഴുകിയിരിക്കുന്ന വളരെ സ്വാധീനമുള്ള ഒരു മുന്നണിയാണ് UDFന്റെ. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് തെരുവിലേക്ക് യുദ്ധം പോകുന്നു. എന്തിനാണ് തെരുവിലേക്ക് ഈ യുദ്ധം പോയത്? അധികാരത്തിന് വേണ്ടി. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ, സമുദായ സമവാക്യങ്ങളിൽ എന്നും ഉലഞ്ഞു പോയിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും നമ്മൾ എന്നും കരുതി വെക്കുന്ന ഒരു മുഖം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അധികാരം, അധികാരം, അധികാരം. ആ ഒരൊറ്റ അച്ചുതണ്ടിൽ കോൺഗ്രസ് UDFന് മുഴുവനും ആടി ഉലയ്ക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ജനവികാരമായി നിൽക്കുന്നു. KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ വലിയ പ്രീതി നേടി ഒരു സൊല്യൂഷൻ ഫാക്ടറായി മാറുന്നു. രമേശ് ചെന്നിത്തല സീനിയറാണ്, എനിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് ചെന്നിത്തലയും പറയുന്നു. തെരുവിലേക്ക് വിപ്ലവം നടത്തിക്കൊണ്ട് പോകുന്ന ജനങ്ങൾ എന്താ പറയുന്നത്? കോൺഗ്രസിനെ ഞങ്ങൾ ദുർബലമാക്കും. ഇവിടെ അധികാരം ആര് വരണമെന്ന് തീരുമാനിക്കാൻ ഘടകകക്ഷികളുടെ ആവശ്യമില്ല. ലീഗിന്റെ ശബ്ദം ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മുന്നണി സമവാക്യങ്ങളെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് അധികാരം എന്നൊരൊറ്റ കോണിലേക്ക് UDF മാറുന്നു എന്നുള്ളതാണ്. 102 സീറ്റ് നൽകിയ ജനങ്ങളുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പുന്നു എന്ന് നമുക്ക് വെറും ഒരു പൊലിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഏറ്റവും അക്ഷരാർത്ഥത്തിൽ ഭരണം കിട്ടി മണിക്കൂറുകൾ കഴിയുമ്പോൾ UDF ഈ കേരളത്തിൽ കാണിച്ചു വെച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണിയുടെ പരാജയവും അതുപോലെ തന്നെ ഈ ജനഹിതം നൽകിയ ജനങ്ങളോടുള്ള വലിയ കൊഞ്ഞനം കുത്തലുമാണ്. VD സതീശൻ ഇതിനകത്ത് വലിയ രീതിയിൽ സതീശന്റെ അണികളെ, ഇങ്ങനെ ജനവികാരങ്ങളെ ഇറക്കി വിടുമ്പോൾ സതീശൻ അറിഞ്ഞിട്ടല്ല, പറഞ്ഞിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് വന്നത്, ഇത് ഞങ്ങളുടെ ഒരു സെൽഫ് ഇനീഷ്യേറ്റീവ് ആണ് എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ, റാലികൾ, ജാഥകൾ, പ്രകടനങ്ങൾ, പ്രതിഷേധ റാലികളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ VD സതീശൻ അത് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പരിധിവരെ സതീശൻ അതിന് മൗനസമ്മതം കൊടുക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി എന്ന അതികായനായ UDF കോൺഗ്രസ് നേതാവിന്റെ ഫ്ലെക്സുകൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടുന്നത് നമ്മൾ കണ്ടു. ആരോടാണ് ഈ മുന്നണിക്ക് പ്രതിജ്ഞാബദ്ധതയുള്ളത്? ആരോടാണ് ഈ മുന്നണിക്ക് ഒരു ഉത്തരവാദിത്വമുള്ളത് എന്നുള്ളതാണ്. വന്ന് കയറിയപ്പോ 10 വർഷം ഓങ്ങി വെച്ചത് മുഴുവനും ചെയ്തു തീർക്കാനുള്ള ത്വരയല്ലാതെ മറ്റെന്താ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. കൂട്ടത്തോടെ ഇടതുപക്ഷ സംഘടനകളിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും കാസർഗോട്ടേക്കും കണ്ണൂരേക്കും മുഴുവനും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉത്തരവുകൾ നാലുപാടും പായുകയാണ്. ഞങ്ങൾ ശക്തമായി ഇവിടെ കണ്ണീര് കുടിച്ചതിനെ തിരിച്ചു കുടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് ആക്രോശിക്കുകയാണ് ഷിയാസ് എറണാകുളത്ത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി സതീശൻ വന്നില്ലെങ്കിൽ കോൺഗ്രസിനെ നശിപ്പിച്ചു കളയും, ഇവിടെ വിപ്ലവം ഉണ്ടാക്കും എന്ന് പറയുന്നു. സകല നിലയും തെറ്റി കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്.